Hi everyone, welcome to Mayamayugam YouTube channel. Thank you for being here. Let's start. കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് യാത്ര പോകണമെന്ന്. ഇന്ത്യസ് ചീപ്പസ്റ്റ് ഫ്ലൈറ്റാണ് ഞങ്ങൾ അതിന് ചൂസ് ചെയ്തത്. അപ്പോൾ രണ്ട് ഓപ്ഷനായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് സേലം ടു കൊച്ചി അല്ലെങ്കിൽ കൊച്ചി ടു സേലം. ഞങ്ങളതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് സേലം എയർപോർട്ടിൻ്റെ വ്യൂ ആണ്. ഞങ്ങൾ 23 പേരാണ്, അതായത് ഒരു ഫാമിലിയിൽ 23 പേരാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരെയും ആമി അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. തമിഴ്നാട്ടിലെ സേലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഭ്യന്തര വിമാനത്താവളമാണ് സേലം എയർപോർട്ട്. ഇത് നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 15-20 കിലോമീറ്റർ അകലെ കമലപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ AAI ആണ് ഇത് നിയന്ത്രിക്കുന്നത്. 1993 പ്രവർത്തനം ആരംഭിച്ച ഈ വിമാനത്താവളം പ്രധാനമായും ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലേക്കാണ് കണക്ടിവിറ്റി നൽകുന്നത്. 136 ഏക്കർ വിസ്തൃതിയുള്ള ഈ വിമാനത്താവളം ഒരു റൺവേ മാത്രമുള്ളതാണ്. ഈ വരുന്ന വിമാനത്തിലാണ് ഞങ്ങൾ പോകാനായി തയ്യാറായി നിൽക്കുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വളരെ കൂടുതലായിരുന്നു. 3 ബാച്ചായിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തത്. ഒരു 1 മന്ത് മുന്നേ തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. സ്കൈ സ്കാനർ ഉപയോഗിച്ചാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ സ്കൈ സ്കാനറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, Paytm ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് റേറ്റ്, അതായത് ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് അതിൽ ക്രെഡിറ്റ് കാർഡിൽ ഓഫർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റ് പിന്നെയും കുറയ്ക്കാനായി കഴിയും. അപ്പോൾ സേലം ടു കൊച്ചിയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. 5:15 ടു 6:15 വരെ 1 അവർ ആയിരുന്നു ഈ യാത്ര ഉണ്ടായിരുന്നത്. കൊച്ചി ടു സേലം ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൊക്കെയാണ് ഇതിൻ്റെ സമയം കാണിച്ചത്. അപ്പോൾ സമയം അതിൽ കൃത്യമായി നമുക്ക് നോക്കേണ്ടതുണ്ട്. മേക്ക് മൈ ട്രിപ്പ്, സ്കൈ സ്കാനർ, Paytm ഒക്കെ വെച്ച് നമുക്കിതിലെ കാര്യങ്ങളെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനും അതുപോലെ സമയം നോക്കി ബുക്ക് ചെയ്യാനും എല്ലാം സാധിക്കും. പിന്നെ ഇതിൻ്റെ റേറ്റ് പലപ്പോഴായി മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ടല്ല കാണുന്നത്. അപ്പോൾ ഏകദേശം 1000 റേഞ്ച് മുതൽ 1000ലും കുറവായിട്ടാണ് ആദ്യമൊക്കെ കാണിച്ചിരുന്നത്. എങ്കിലും 1000 റേഞ്ച് മുതൽ ഒരു 2000, 3000 റേഞ്ച് വരെ ഇത് മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു ഫിക്സഡ് റേറ്റ് അല്ല. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് 2335 രൂപ പെർ ടിക്കറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായി കഴിഞ്ഞത്. നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ ഓഫറൊക്കെ വെച്ചിട്ട് പിന്നെയും കുറച്ച് കിട്ടുന്നതാണ്. ഇത് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമുള്ള ദൃശ്യമാണ്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അതായത് ചെറുതായിട്ട് തല ചുറ്റുന്ന പോലെയോ അല്ലെങ്കിൽ മനം പുരട്ടുന്ന പോലെയോ ചെവി ചെറുതായി അടയുന്ന പോലെയോ ഒക്കെ തോന്നാം. കാരണം ആ പ്രഷർ ഡിഫറൻസ്, ഹൈറ്റിലേക്ക് പോകുമ്പോഴുള്ള പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ വല്ല മിഠായിയോ വെള്ളമോ അല്ലെങ്കിൽ തുപ്പലോ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ വിമാനത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്, അതിൻ്റെ ചെറിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ശരിക്കും ഒരു ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചിത്രീകരിക്കുന്ന പോലെ വളരെ ചെറുതായി നമുക്ക് ചോട്ടിലൂടെ ബിൽഡിങ്ങുകൾ കാണാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വിമാനയാത്ര എന്നുള്ളത് ഒരു പ്രാവശ്യം മതി. നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ കയറി ഇറങ്ങി അത്രയേ തോന്നിയുള്ളൂ. അല്ലാതെ നമുക്ക് ഇനിയും എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ഒന്നും മനസ്സിലേക്ക് തോന്നിയില്ല. കാരണം നമുക്ക് പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവും മേഘങ്ങളും ഈ ചെറുതായി കാണുന്ന കെട്ടിടങ്ങളും മാത്രമാണുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ട്രെയിൻ അല്ലെങ്കിൽ ബസ് ജേണി ആണ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ ടേക്ക് ഓഫ് സമയത്തുണ്ടായ നമ്മുടെ സന്തോഷം, കാരണം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഉണ്ടായിരുന്നത്. 23 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു വിമാനമായി അത് മാറുമായിരുന്നു. അപ്പം ഉണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
ഞങ്ങളുടെ രക്ഷിതാക്കളെയൊക്കെ ഈ ഒരു യാത്രയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അവരുടെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും അവരെയൊക്കെ സേഫായി നമുക്ക് ഈ 2 ഡേ അതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഏർക്കാട് പോയി തലേ ദിവസം. അപ്പോൾ ആ ഒരു 2 ഡേ അവരെ എൻജോയ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനായി, സേഫായി കൊണ്ടുവരാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഒരു വിജയം തന്നെയായിരുന്നു. ഇത് ശരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം വഴിയാണ് നമുക്ക് ഇത്രയും ചുരുങ്ങിയ ചെലവിൽ പോയി വരാനായി സാധിക്കുന്നത്. ഉഡാൻ സ്കീം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമായിരുന്നു. പിന്നെ നമ്മൾ ആധാർ കാർഡ് മാത്രമാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ പേരൊക്കെ എൻട്രി ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പിന്നെ ലഗേജ്, ബാഗേജ് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ചെറിയ ഹാൻഡ് ബാഗേജ് മാത്രമാണ് കയ്യിൽ വെക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഉള്ളത് ചെക്ക് ഇൻ ബാഗേജ് ആയിട്ട് നമുക്ക് വലിയ പെട്ടികളോ ബാഗുകളോ ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ഇൻ ബാഗേജ് ആയിട്ട് മാറും. അപ്പോൾ ലൈറ്റർ, മാച്ചസ്, ഫ്ലൈമബിൾ ലിക്വിഡ്സ്, ടോക്സിക് സബ്സ്റ്റൻസസ്, പെപ്പർ സ്പ്രേ, കൊറസീവ് ആയിട്ടുള്ള സാധനങ്ങൾ, ഫ്ലൈമബിൾ ഗ്യാസ്, സിഗരറ്റ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഇൻഫെക്ഷ്യസ് സബ്സ്റ്റൻസസ്, എക്സ്പ്ലോസീവ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പ്രോഹിബിറ്റഡ് ആണ്. ഇതൊന്നും നമുക്ക് അതിൽ ഉപയോഗിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഞങ്ങളവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു ബസ് നമുക്കായി വരും. ഇതിപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, സിയാൽ. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ബസ്സിലേക്ക് കയറുകയാണ്. ഞങ്ങളുടെ ബാക്കിയുള്ളവർ അലയൻസ് എയർ ആണിത്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഏട്ടൻ വന്ന് പറയുന്നുണ്ട്, വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നുണ്ട് ഞങ്ങളോട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ബസ്സിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലൂടെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് വിമാനങ്ങൾ കാണാം. പിന്നെ ഞങ്ങളുടെ ചെക്ക് ഇൻ ബാഗേജ് ഇതുപോലെ വരുന്നതാണ് കാണുന്നത്. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഞങ്ങൾക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം വീഡിയോയിൽ പകർത്താനായി ശ്രമിച്ചതും. പിന്നെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വൃത്തി പറയേണ്ടതില്ലല്ലോ, നല്ല വൃത്തിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ട്രാവലർ വന്ന് ഞങ്ങളങ്ങനെ വീണ്ടും പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിക്കുന്നത് മുഴുവൻ സോളാറിലാണ്. അപ്പോൾ സോളാർ പാനലുകൾ, ഒരു സോളാർ പാടമാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ എടുത്ത കുറച്ച് ദൃശ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ എടുത്ത ദൃശ്യമാണ്. പിന്നെ ഞങ്ങളുടെ വിമാനമായി മാറിയ ഇതൊരു മഹത്തായ ദൃശ്യമെന്ന് തന്നെ പറയാം. അത്ര സന്തോഷമാണ് ഇപ്പം മനസ്സിലേക്ക് തോന്നുന്നത്. ടിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോഴുള്ള സന്തോഷം. അപ്പോൾ ആരെങ്കിലും പോകാൻ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മടിക്കാതെ എല്ലാവരും വേഗം തന്നെ തയ്യാറായിക്കോളൂ. അടുത്ത യാത്ര നിങ്ങളാവട്ടെ. കൂടെ കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ ഒപ്പം കൂട്ടിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.